2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടാൻ സപ്തധാര കർമ്മ പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉൽപാദനം, കൃഷി, സാങ്കേതികവിദ്യ, ഗതിശക്തി, പ്രതിരോധം, ഗ്രീൻ ആൻഡ് ബ്ലൂ ഇക്കോണമി, ഇന്ത്യൻ സോഫ്റ്റ് പവർ എന്നിവയാണ് സപ്തധാരയിൽ ഉൾപ്പെടുന്നത്. ലക്ഷ്യത്തിലെത്താൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും രാജ്യം വേഗം സ്വയം പര്യാപ്തമാകണമെന്നും മോദി പറഞ്ഞു. 40-ൽ പരം രാജ്യങ്ങളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു. ഇത് സംരംഭക മേഖലയ്ക്ക് ഊർജ്ജമായി. കേരളത്തിലെ ചെമ്മീൻ ഉൾപ്പെടെ സമുദ്ര വിഭവങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 80-ാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലെ സുപ്രധാന പ്രഖ്യാപനമായിരുന്നു ഇത്. വികസിത് ഭാരതിലേക്കുള്ള 7 മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകുമെന്നാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പറഞ്ഞത്. കൃഷി മുതൽ AI വരെയുള്ള വൈവിധ്യമായ 7 മേഖലകളെക്കുറിച്ചാണ് മോദി പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഹിന്ദു വിശ്വാസത്തിൽ നിന്നാണ് നരേന്ദ്രമോദി സപ്തധാര എന്ന ആശയം കടമെടുത്തത്. ഹിന്ദു വിശ്വാസപ്രകാരം ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, നർമ്മദ, സിന്ധു, കാവേരി എന്നീ 7 നദികളെ പവിത്രമായാണ് കണക്കാക്കുന്നത്. സപ്തനദി എന്നും സപ്തധാര എന്നും ഈ 7 നദികൾ അറിയപ്പെടുന്നു. ഈ പേരാണ് മോദി വികസിത് ഭാരതത്തിലേക്കുള്ള കുതിപ്പിനായുള്ള പദ്ധതിക്ക് നൽകിയത്. 7 പുണ്യനദികൾ എന്ന അർത്ഥമുള്ള സപ്തസിന്ധു എന്നാണ് പ്രസംഗത്തിൽ മോദി ആദ്യം പറഞ്ഞത്. സപ്തസിന്ധുവിന്റെ പ്രൗഢിയിലൂടെയാണ് ഇന്ത്യ ഒരു കാലത്ത് പേര് കേട്ടിരുന്നതെന്ന് മോദി പറഞ്ഞു. വികസിത ഭാരതത്തിനിപ്പോൾ ആവശ്യം ശക്തി പ്രവാഹങ്ങളുടെ പുതിയൊരു കൂട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മോദി പറഞ്ഞ 7 ധാരകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. 1. ഉൽപാദനം. ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കരുത്തേകുന്നത് ഉൽപാദനമാണ്. ഉൽപ്പന്നങ്ങൾക്ക് പുറമെ അവ ഉണ്ടാക്കാനുള്ള ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും ആഗോള വിതരണ ശൃംഖലയുടെ കേന്ദ്രമായും ഇന്ത്യ മാറണം. ഫാക്ടറികൾ മത്സരാധിഷ്ഠിതവും ഉൽപ്പന്നങ്ങൾ ഉപഭോക്തൃ സൗഹൃദവുമായിരിക്കണം. ആഗോള വിപണി എന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ ലോകത്തെ പ്രധാന ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുകയാണ് തന്റെ ആഗ്രഹമെന്ന് മോദി പറഞ്ഞു. 2. കൃഷി, ഭക്ഷ്യസംരക്ഷണം. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആഗോള വിപണിയിലേക്ക് അവ എത്തിക്കുന്നതിന് കൂടിയാണ് ഊന്നൽ നൽകുന്നത്. ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷ്യോൽപ്പന്നങ്ങൾ ആഗോള ബ്രാൻഡുകളാകണം. കാർഷികോൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിലൂടെയും കയറ്റുമതി ചെയ്യുന്നതിലൂടെയും കാർഷിക ഉൽപാദനത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ആശയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3. സാങ്കേതികവിദ്യ. UP ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ഈ മേഖലയിൽ മുന്നോട്ടു പോകേണ്ട ആവശ്യകതയെക്കുറിച്ചും മോദി പറഞ്ഞത്. ഇന്ത്യൻ നിർമ്മിത 6G ഉൾപ്പെടെയുള്ള അടുത്ത തലമുറ ആശയവിനിമയ സംവിധാനങ്ങൾ, ഡേറ്റാ സെന്ററുകൾ, റോബോട്ടിക്സ്, മറ്റ് വളരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയെ അദ്ദേഹം എടുത്തു പറഞ്ഞു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന എന്ന നിലയിൽ നിന്ന് അവ വികസിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന നാടായി ഇന്ത്യ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4. ഗതിശക്തി അഥവാ കണക്ടിവിറ്റി. അതിവേഗ റെയിൽ, ദേശീയപാതകൾ, ഉൾനാടൻ ജലഗതാഗതം, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ എന്നിവയെല്ലാം കൂടുതലായി ഉണ്ടാകുന്നത് വ്യവസായങ്ങളുടെ വളർച്ചയെ സഹായിക്കും. ഉൽപാദനവും കയറ്റുമതിയും നടത്തുന്ന ഒരു രാജ്യത്തിന് അടിസ്ഥാന സൗകര്യമെന്നത് മത്സരശേഷിയുടെ ഭാഗമാണ്. രാജ്യത്തിന്റെ വിശാലമായ സാമ്പത്തിക സ്വപ്നങ്ങൾ പൂവണിയാൻ ഗതാഗത സംവിധാനങ്ങൾ വികസിക്കേണ്ടത് പ്രധാനമാണെന്ന് മോദി പറഞ്ഞു. 5. പ്രതിരോധം. 5ാമത്തെ ധാരയായി മോദി പറഞ്ഞത് പ്രതിരോധ മേഖലയാണ്. ഈ മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സ്വാശ്രയത്വം കൂടി നേടുക വേണം. ലോകത്ത് വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വം തന്ത്രപരമായ സ്വാശ്രയത്വത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. പ്രതിരോധ മേഖലയിലും ഇന്ത്യയെ ആഗോള വിതരണക്കാരാക്കണം. ഇതിനായി ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോണുകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പ്രതിരോധ മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 6. ഗ്രീൻ ബ്ലൂ ഇക്കോണമികൾ. 2 മേഖലകൾ സംയോജിപ്പിച്ചുള്ളതാണ് മോദിയുടെ 6ാം ധാര. പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, ഊർജ്ജ സംഭരണം എന്നിവയിലെല്ലാം മുന്നേറ്റം നടത്തുകയെന്നതാണ് ഗ്രീൻ ഇക്കോണമി ശക്തിപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. സമുദ്ര സമ്പദ് വ്യവസ്ഥയാണ് ഗ്രീൻ ഇക്കോണമി. മത്സ്യബന്ധനം, തീരദേശ ടൂറിസം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ സമുദ്ര സാധ്യതകൾ സാമ്പത്തിക വളർച്ചയ്ക്കായി പ്രയോജനപ്പെടുത്തണമെന്ന് മോദി പറയുന്നു. 7. സോഫ്റ്റ് പവർ. ഇതാണ് മോദിയുടെ 7ാമത്തേതും അവസാനത്തേതുമായ ധാര. യോഗ, കരകൗശല വസ്തുക്കൾ, ഡിജിറ്റൽ കണ്ടന്റുകൾ, ടൂറിസം തുടങ്ങിയ മേഖലകളെയാണ് ഇവിടെ പ്രധാനമന്ത്രി പരാമർശിച്ചത്. ഇന്ത്യക്കുള്ള സാംസ്കാരിക സ്വാധീനം സാമ്പത്തിക ഭൗമരാഷ്ട്രീയ സമ്പത്തായി മാറുമെന്ന പ്രത്യാശ അദ്ദേഹം പങ്കുവച്ചു. നമ്മുടെ കഴിവുകൾ നമുക്ക് ലോകത്തെ കാണിക്കാൻ കഴിയും. കരകൗശലം, സംസ്കാരം, ഗെയിമുകൾ, ഡിജിറ്റൽ കണ്ടന്റുകൾ, VFX, ആനിമേഷൻ എന്നിവയിലെല്ലാം ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ വെക്കാൻ സർഗാത്മകമായ ശക്തിയുണ്ട്. ആഗോളശേഷിയായി അതിനെ നാം വികസിപ്പിക്കണമെന്ന് മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.